ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഇവിടെ നമ്മുടെ വീട്ടിൽ കുറച്ച് പണികൾ നടക്കുന്ന കാരണം കൊണ്ട് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായേക്കാം. ഒരു പ്രൊഫഷണൽ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. സർവീസിൽ മാത്രം പ്രൊഫഷണലിസം പ്രതീക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സുന്ദരികളെയൊക്കെ നിങ്ങൾ ഒരുപാട് പേർ ആഗ്രഹിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. കുറേ തവണയൊക്കെ നമുക്ക് ചെറിയ പ്ലാൻസ് എല്ലാം ഇതിൻ്റെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതലായി വന്നിട്ടുള്ളത് 14 ഇഞ്ച് പോട്ടൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ബിവിച്ച് റോസ് എന്നും പ്രിയതമ റോസ് എന്നും ഒക്കെ നമ്മൾ പറഞ്ഞും പരിചയിച്ചും ഇരിക്കുന്ന ഈ പിങ്ക് സുന്ദരിയെ നമുക്കിപ്പോൾ കുറച്ച് 8 ഇഞ്ച് പോട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടില്ല, കാർട്ടിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല. അപ്പോൾ ആരാണോ എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്നത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ 1-2 പേർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതാരാണ് എന്നുള്ളത് നോക്കണം. അപ്പോൾ അവരും കൂടി എനിക്ക് മെസ്സേജ് ഇടുക. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഞാനിതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ അന്ന ഡുപ്രി നമുക്കിപ്പോൾ ചെറിയ സൈസിൽ അവൈലബിൾ ആണ്. 280 റുപ്പീസിനാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നന്നായിട്ട് റൂട്ടഡ് ആയിട്ടുള്ള ഫ്ലവറോട് എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ ഇല്ല. ചിലതിൽ ബഡ്സായി വരുന്നതേ ഉള്ളൂ, ചിലതിൽ ബഡ്സാണ്, പിന്നെ ചിലതിൽ ഫ്ലവറാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. പ്ലാന്റ് സൈസും കാര്യങ്ങളും എല്ലാം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു, നമുക്ക് അന്ന ഡുപ്രി അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഒരുപാട് പേർ അത് നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നോക്കുക. നമ്മൾ ആവശ്യത്തിന് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കുറേ ഓർഡർ ആയിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. പിന്നെ ഇതാണ് നമ്മുടെ ബിവിച്ച് റോസിൻ്റെ സൈസ്. നല്ല കാണുമ്പോൾ തന്നെ കണ്ണിന് തന്നെ ഭയങ്കര സുഖമാണ്. ഈ ഒരു ഇലകളുടെ ആ ഒരു ഡാർക്ക് ഷെയ്ഡും ആ ഒരു ഗ്ലേസിങ്ങും പിന്നെ ആ പൂവിൻ്റെ ആ മജന്ത കളറും കൂടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ കൊതിയുണ്ടായിട്ടുള്ള ഒരു റോസാണിത്. ഇത് നമ്മൾ കപ്പ് ഷേപ്പ് ബ്യൂട്ടി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഇതിൻ്റെ പേര് ആർക്കും അറിയില്ല. ഇതുവരെ ആരും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാലും മതി. ഇതിൻ്റെ ഐ ഡി കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ട് കപ്പ് ഷേപ്പ് ബ്യൂട്ടി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും നമുക്ക് 14 ഇഞ്ച് പോട്ടിലായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം മാത്രമായിരുന്നു, അതൊക്കെ അന്നേ സോൾഡ് ഔട്ടായി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ 8 ഇഞ്ച് പോട്ട് സുന്ദരി മക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർ അന്ന് ചോദിച്ചിരുന്നു ചെറുതുണ്ടോ എന്നുള്ളത്. ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു ഭംഗിയാണ്, അതും നല്ലൊരു ഡാർക്ക് മജന്ത ഷെയ്ഡാണ്. അപ്പോൾ അത് നമുക്ക് സെയിലിനായിട്ട് ഉണ്ട്. ഈ സെയിലിനായിട്ടുള്ള ചെടികളുടെ പ്ലാന്റ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഡീല മാൽമേഷനാണ്. അത് ഇന്നലെ തന്നെ നമുക്ക് സോൾഡ് ഔട്ടാണ്, കാർട്ടിൽ ആഡ് ചെയ്തിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ ബ്ലാക്ക് റോസ് നമുക്ക് സെയിലുണ്ട്. നല്ല പ്ലാന്റാണ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ അതുപോലെ വൈറ്റ് ക്രിക്രി റോസ്, ഇതൊരു പ്രീ ഓർഡർ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഒരെണ്ണവും പിന്നെ ഒരെണ്ണം കൂടി നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇത് 8 ഇഞ്ച് പോട്ട് അന്ന ഡുപ്രിയാണ്, വലിയ സൈസാണ്, കുറച്ചുകൂടെ വില വരുന്നതാണ്. ഇത് നമുക്ക് സെയിലിനായിട്ടുള്ള 14 ഇഞ്ച് പോട്ടിൽ വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ്. അറിയാമല്ലോ നമുക്കിത് മാർഗോ കോസ്റ്റ് റോസാണ്. നല്ല സൂപ്പർ ഒരു പ്ലാന്റാണ്. ഇതുവരെ അത് സോൾഡ് ഔട്ട് ആയിട്ടില്ല. അപ്പോൾ ഒരുപാട് പേർ ചോദിച്ചു, ഒരുപാട് പേർ ഇഷ്ടത്തോടെ ചോദിച്ചു. പക്ഷേ റേറ്റ് 14 ഇഞ്ച് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ടൈഗർ റോസ് കുറച്ച് മാത്രം, 2-3 മാത്രം നമുക്ക് അവൈലബിൾ ആണ്. ടൈഗർ റോസും 1-2 പേര് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാഷ് വാങ്ങിയിട്ടല്ല, അല്ലാതെ വരുമ്പം പറയാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരും എനിക്ക് മെസ്സേജ് ഇടുക. പിന്നെ ഉള്ളത് ഇത് ഐഡിയ അറിയില്ല, ഇതൊരു ഗോൾഡൻ ഷെയ്ഡാണ്. ബിസ്ക്കറ്റ് റോസിൻ്റെ കുറച്ചുകൂടെ ബിസ്ക്കറ്റ് റോസ് എന്ന് പറയാം, പക്ഷേ അതിൻ്റെ ഒരു 4 ഇരട്ടി സൈസുണ്ട്. എൻ്റെ ഒരു കൈവെള്ളയോളം വലിപ്പമുള്ള ഫ്ലവറാണ്. അപ്പോൾ ഇതും ഒരെണ്ണം മാത്രമാണുള്ളത്. നല്ലൊരു വെറൈറ്റിയാണ്. അതേപോലെ പിന്നെയുള്ളത് ഒരു പിങ്ക് ബോർഡറോട് കൂടിയിട്ടുള്ള, ഇതിൻ്റെ പേരെനിക്ക് അറിയാമായിരുന്നു, പക്ഷേ ഞാൻ വിട്ടുപോയി, അത് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായില്ല. നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല. 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല ചൂടായിരുന്നു, നല്ല വിയർത്തിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയായിരുന്നു. ഇത് നമ്മുടെ ഫ്രാഗ്രൻസ് ബ്യൂട്ടി ആയിട്ടുള്ള കൊൽക്കട്ട റോസാണ്. കൊൽക്കട്ട 300 എന്ന് പറയുന്ന റോസാണ്. ഇത് നമുക്ക് ഒരേ ഒരു പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി പ്ലാന്റാണ്, സൂപ്പർ ഹെൽത്തി പ്ലാന്റ്സാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളതെല്ലാം. നല്ല
എല്ലാ പ്രാവശ്യവും നമുക്ക് നല്ല പ്ലാന്റ്സ് തന്നെയാണ് വരാറുള്ളത്. ഇനിയുള്ളത് നമ്മുടെ ഡബിൾ ഡിലൈറ്റ്, എല്ലാവരെയും മോഹിപ്പിക്കുന്ന ഒരു സുന്ദരിയാണ്. ഫ്രാഗ്രൻസിൻ്റെ രാജകുമാരിയാണ്. അത്ര അധികം നറുമണമുള്ള നമ്മുടെ ഡബിൾ ഡിലൈറ്റ് റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. 8 ഇഞ്ച് പോട്ടും അതുപോലെ 5 ലിറ്റർ സൈസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു സുന്ദരി പൂവിനെ എനിക്ക് കണ്ടിട്ടും മതിയാവാത്ത ഒരു കളറ്, ഒരു പട്ട് റെഡ് കളറാണത്. പട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പട്ട് അറിയാമല്ലോ, ആ പട്ടിനേക്കാളും നല്ല ഡാർക്ക് റെഡാണത്. അപ്പോൾ അത് ഫെയറി റോസിൻ്റെ ഇലകളോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ബഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു റെഡ് ഫെയറി റോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിൻ്റെ പൂക്കൾ കുറച്ച് വലിപ്പമുള്ളതാണ്, ഒരു മീഡിയം സൈസ് പൂക്കളാണ്. നമ്മുടെ ഫെയറി പോലത്തുള്ള കുഞ്ഞു പൂക്കളല്ല. നമ്മുടെ ക്രിക്രി റോസിൻ്റെ ഇല പോലെയൊക്കെയാണ്, അതേപോലെ ക്രീപ്പർ ജാക്കി അതുപോലെ ചെറിയ ബഞ്ചായിട്ടുണ്ടാകുന്ന പൂക്കളുടെ പോലെ ഇലകളോട് കൂടിയിട്ടുള്ളൊരു പ്ലാന്റാണ് ഇത്. വൈറ്റ് ക്രിക്രി റോസാണ്. വൈറ്റ് ക്രിക്രി 2 പ്ലാന്റാണുള്ളത്. പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് നമ്മുടെ ഈ പനിനീർ റോസിൻ്റെ ബഡ് റോസുകൾ. ഈ പനിനീർ റോസ് ഉള്ളവർക്കൊക്കെയുള്ള ഒരു കുറച്ച് പേർക്കൊക്കെയുള്ള ഒരു വിഷമമാണ് പനിനീർ റോസ് പൂവിടുന്നില്ല, അതിങ്ങനെ കോല് പോലെ മേലേക്ക് പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബഡ് റോസ് നിങ്ങൾക്ക് വളർത്താവുന്നതാണ്. നമ്മുടെ എല്ലാ ബഡ് റോസുകളെ പോലെയും നിറയെ ബ്രാഞ്ചസ് ഉണ്ടാകും. ആ ബ്രാഞ്ചസിലെല്ലാം മൊട്ടുണ്ടാകും. ഫ്രാഗ്രൻസിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരുപാട് പേർ എന്നോട് പരാതിയായിട്ട് പറയാറുള്ള അല്ലെങ്കിൽ സങ്കടമായിട്ട് പറയാറുള്ളതാണ് പൂവിടുന്നില്ല എന്നുള്ളത്. പനിനീർ റോസ് പൂവിടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ ഓപ്ഷനാണ്. നമ്മളിത് അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച സമയത്ത് ഇതിൻ്റെ മണം കേട്ടിട്ട് ഒരു കസ്റ്റമർ എന്നോട് പറയുകയുണ്ടായി, ഹാദിയ ഇത് എൻ്റെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ അത് ശരിക്കും നാടനായിരുന്നില്ല, അത് ബഡ് റോസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതും ഫ്രാഗ്രൻസിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പനിനീരിൻ്റെ ബഡ് റോസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് സെയിലിനായിട്ടുള്ള ചെടികൾ ഇത് നേരത്തെ കാണിച്ചത് തന്നെയാണ്, പിങ്ക് ബോർഡറോട് കൂടിയിട്ടുള്ളത്. പിന്നെയുള്ള നമുക്ക് ഓർക്കിഡ് മിനിയേച്ചർ എന്നൊക്കെ പലരും പേര് വിളിക്കാറുള്ള ഈ ഒരു റോസാണ്. ഇതും ബെഞ്ചായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഫ്ലോറിബണ്ട വെറൈറ്റി തന്നെയാണ്. നല്ല ഭംഗിയുള്ള റോസ്, പിങ്ക് കളറോട് കൂടിയിട്ടുള്ള ഫ്ലവറാണ്. ഇതൊരു ബട്ടർഫ്ലൈ റോസിൻ്റെയൊക്കെ ഒരു സിമിലാരിറ്റി ഉള്ള ഒരു റോസാണ്. ഇത് നമുക്ക് സെയിലിനായിട്ടുള്ള ബ്രിട്ടീഷ് ക്യൂവിൻ്റെ റോസുകളാണ്. ബ്രിട്ടീഷ് ക്യൂൻ നാടനായിരുന്നാലും ബഡായിരുന്നാലും നിറയെ പൂക്കൾ തരുന്ന, നമ്മുടെ നാട്ടിൽ നിറയെ പൂക്കുന്ന പ്ലാന്റ്സിൽ, റോസ് പ്ലാന്റ്സിൽ ഒന്നാണ് ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബഡ് റോസുകൾ നമുക്ക് സെയിലിനായിട്ട് ഉണ്ട്. അതിൻ്റെ നാടനും ഉണ്ട്, പക്ഷേ അത് ഇത്ര അധികം വലുതല്ല. നാടൻ ചെടികൾ എപ്പോഴും ചെറുതായിരിക്കും നമുക്ക് വരാറുള്ളത്. പിന്നെ ഇത് ഒരു അന്നഡൂപ്രിയാണ്. ഇത് നമ്മുടെ നോർമൽ വെറൈറ്റിയേക്കാളും നോർമൽ റേറ്റിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഇത് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പനിനീർ ക്ലൈംബറാണ്. പനിനീർ ക്ലൈംബർ അറിയാമായിരിക്കും, പലർക്കും അറിയാം. അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കൊടുക്കാം. ഇത് തമിഴ്നാട് നമ്മുടെ പ്രൊഡക്ഷൻ സ്ഥലത്ത് വിരിയുന്ന ഫ്ലവറാണ്, വിരിഞ്ഞതാണ്. ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു കസ്റ്റമറുടെ വീട്ടിൽ വിരിഞ്ഞ പനിനീർ റോസാണ്. നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ വിരിഞ്ഞപ്പോൾ അതിന് അതീവ സുഗന്ധമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നമുക്ക് ഒരെണ്ണം മാത്രമാണ് സെയിലിന് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ആ ഒരു പ്ലാന്റ് 14 ഇഞ്ച് പോട്ടാണ്, അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ടൈഗർ റോസ്. പക്ഷേ ഈ ഒരു റോസ്, ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഇതിൻ്റെ കളറ് നമ്മൾ സാധാരണ ഡച്ച് പിങ്ക് റോസുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ണടിക്കുന്ന പിങ്ക് കളർ. 2 പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. നല്ല വലിയ പൂക്കളാണ്, ഫുള്ള് വിരിഞ്ഞിട്ടില്ല. സാധാരണ ഡച്ച് റോസിൻ്റെ ഇലകളും അല്ല, ഡച്ച് റോസിൻ്റെ വെറൈറ്റി അല്ല. പക്ഷേ ഇത് ഫുള്ള് പൂ വിരിയുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഇടാം. അത്ര കളറാണ്. അതെന്ന് പറഞ്ഞാൽ ആ ഒരു പിങ്കും ഒരു വയലറ്റും ഒക്കെ കൂടെ കലർന്നിട്ട് നല്ല ഡാർക്കായിട്ടുള്ള ഒരു പിങ്ക് കളറാണ് ആ ഒരു പ്ലാന്റിൻ്റേത്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് ഇടുക. 2 പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ. ഓരോ പർച്ചേസിലും ഓരോരോ പുതിയ വെറൈറ്റീസ്, ഓരോരോ പുതിയ കളേഴ്സ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇതെല്ലാം എങ്ങനെ നിങ്ങളുടെ മുന്നിൽ അത് എക്സ്പ്രസ് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ മനസ്സിലെപ്പോഴും ടെൻഷൻ. എനിക്ക് നേരിട്ട് കാണുന്നത് പോലെ വീഡിയോയിൽ എന്തായാലും കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ ഒരു യെല്ലോ റോസാണ്. ഇത് വിരിയുമ്പോൾ അറിയാം ഇത് മാംഗോ യെല്ലോ ആണോ അതോ ബിഗ് യെല്ലോ ആണോ എന്നുള്ളത്. ഇത് അഹല്യ കസിൻ ബ്രദർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പറയാറുള്ള ഒരു റോസ് വെറൈറ്റിയാണ്. നിറയെ പൂക്കൾ, അതും നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂവിടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ബിവിച്ച് റോസിൻ്റെ പ്ലാന്റ് സൈസാണ്. അഹല്യ കസിൻ ബ്രദർ ഒരുപാട് പേർ ചോദിച്ചു വന്നിട്ടുള്ള ഒരു റോസാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാനിതിൽ കൊടുക്കാം.
ഈ ഒരു പ്ലാന്റ് എൻ്റെ മോള് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് നിങ്ങൾ പലപ്പോഴും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകാം. ഇത് എൻ്റെ സ്വന്തം പ്ലാന്റാണ്. അപ്പോൾ ഇത് ഒരു മടിയും കൂടാതെ നമുക്ക് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. നിറയെ പൂക്കളുണ്ടാകും. അപ്പോൾ അതാണ് അഹല്യ കസ്ം ബ്രദറിൻ്റെ ഫ്ലവർ. അത് പലർക്കും അറിയാം. അതിന് ഹെലനായി എന്നൊരു പേരും കൂടി ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ബിസ്ക്കറ്റ് റോസാണ്. ബിസ്ക്കറ്റ് റോസ് നമുക്ക് എല്ലായ്പ്പോഴും വേഗം തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമാണ് വന്നിരിക്കുന്നത്. അതുപോലെ റെഡ് പിനാക്കിയോടെ വലിയ പ്ലാന്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത് അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ ഇത് സെൻറ്റിമെൻ്റൽ റോസിൻ്റെ ഒരു വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് പക്ഷേ ബഡ്സിനകത്തൊരു റെഡ് കളറാണ് കാണുന്നത്. പിങ്ക് ആണോ എന്നുള്ളത് അത് ഓപ്പൺ ആകുമ്പോൾ മാത്രം അറിയാൻ പറ്റും. ഇത് പിന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന റോസാണ്. ഏതാണത്? ഇതാണ് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക. ബേബി റൊമാൻറ്റിക്ക ഒരു ക്ലൈമ്പിംഗ് വെറൈറ്റിയാണ്. എന്നാൽ വലിയ ക്ലൈംബറായിട്ടങ്ങ് മേലോട്ടങ്ങനെ പോകുന്ന ഒരു വെറൈറ്റി അല്ല. ഒരു താങ്ങൊക്കെ കൊടുത്താൽ മതി. അതല്ലെങ്കിൽ അത്യാവശ്യം താങ്ങില്ലാതെ വളരും. പിന്നീട് പ്രായം കൂടുന്തോറും ഒരു താങ്ങ് കൊടുക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. പിന്നെ ബേബി റൊമാൻറ്റിക്ക നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് വിരിയാറുള്ളത്. അതിൻ്റെ ആ ഫ്ലവറിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻറ്റ്സ് മാത്രമല്ല, അതിൻ്റെ കളർ കോമ്പിനേഷൻ, അതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു ഗോൾഡൻ കളറും മേലെയുള്ള ഒരു ഓറഞ്ചും കൂടി ഒരു ദൃശ്യാനുഭവം തന്നെ തരുന്ന ഒരു ഫ്ലവറാണ് നമ്മുടെ ഈ ഒരു ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത്. അതും നമുക്ക് വളരെ കുറച്ച് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ബിസ്ക്കറ്റ് റോസാണ്. ഇത് പറഞ്ഞതുപോലെ സാധാരണ അല്ലാത്ത കുറച്ചുകൂടെ വലിയൊരു അൺയഡോപ്രി റോസാണ്. അതുപോലെ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന പ്ലാന്റ്സ് ഇതെല്ലാമാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം പൂക്കൾ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇങ്ങനത്തുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളും അതിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. പിന്നെ ഇനി ഒരു വെറൈറ്റി കൂടി നമുക്ക് കാണിക്കാനുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിൽ പലർക്കും അത് ഓർമ്മ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള ഫ്ലവർ കുറച്ച് ക്ഷീണിച്ചാണുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകത്തില്ല ആളിനെ. അതുകൊണ്ട് ഞാൻ ആളിനെ ശരിക്കൊന്ന് കാണിച്ചു തരാം. ഈ ആളാണ് നമ്മുടെ ഓറഞ്ച് ബ്യൂട്ടി. കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർ ചോദിച്ചു വന്നിരുന്നു. അതിൻ്റെ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വലിയ പ്ലാന്റ് സെക്ഷൻ നമുക്കിപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. പിന്നെ അന്നേടുപരി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഒരുപാട് പേർ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഇത് നമുക്ക് 280 റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീണ്ടും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം 600, 650, 700 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും വില കുറച്ച് നിങ്ങൾക്കത് എത്തിച്ച് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമുള്ളൊരു സംഗതിയല്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരും ഓർഡർ ചെയ്യുക. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എത്രയും വേഗം മെസ്സേജ് ഇടുക. പിന്നെ അതുപോലെ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഏറ്റവും വലിയ സന്തോഷം ഇപ്രാവശ്യം നമുക്ക് അന്നേഡോപ്രി റോസ് ഈ ഒരു സൈസിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സൂപ്പർ ഹെൽത്തി പ്ലാന്റ്സ് ആണ്. നല്ല മെച്ചറായിട്ടുള്ള സ്റ്റെമ്മ് വന്നിട്ട് അതിൽ നിന്നും കട്ട് ചെയ്തിട്ട് വീണ്ടും പുതിയ മുളകളുണ്ടായിട്ട് മുട്ടുകളാകാറായതും പൂക്കളോട് കൂടിയതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള പ്ലാന്റ് സൈസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല പ്ലാന്റ്സാണ്. ഒരു പ്ലാന്റ് പോലും മോശമെന്ന് പറയാനില്ല. നമുക്കറിയാമല്ലോ, ഒരു പ്ലാന്റ് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അതിൻ്റെ സ്റ്റെമ്മ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ വലിയ പ്ലാന്റ് സെക്ഷനിലെ വിശേഷങ്ങൾ. ഇനി കുറച്ചെല്ലാം ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ, അതുപോലെ ഓൺ റൂട്ട് സെക്ഷനൊക്കെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പറയാൻ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. സ്നേഹപൂർവ്വം, ഹാദിയ.